നമസ്തേ, ദ വിൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാറോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഇതൊരു ക്യൂക്ക് എനർജി അപ്ഡേറ്റ്സ് ആണ്. ഞാൻ വെളിയിൽ പോയിട്ട് വന്നപ്പോൾ വിചാരിച്ചു എന്നാൽ ഒരു വീഡിയോ ചെയ്തേക്കാം. നമ്മൾ റീയൂണിയനും കൂടി ഇതിൽ ചെക്ക് ചെയ്യുന്നുണ്ടോ. നിങ്ങളിപ്പോൾ സെപ്പറേഷൻ ഫേസിലാണെങ്കിലും നിങ്ങൾക്കൊരു റീയൂണിയൻ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഉണ്ടാവുമോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാം. കാരണം കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു റീയൂണിയൻ കൂടി ചെക്ക് ചെയ്തിട്ട് പറയണം എന്നുള്ളത്. ഓഫ് കോഴ്സ് നമ്മളിത് ചെക്ക് ചെയ്തിട്ട് പറയുന്നുണ്ടാവും കേട്ടോ. പ്ലീസ് കറണ്ട് യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്, ആൻഡ് നെക്സ്റ്റ് ആക്ഷൻ എന്ത് ആക്ഷനാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ നെക്സ്റ്റ് എടുക്കുന്നുള്ളത്. ഇവിടെ ഒരു റീയൂണിയൻ പോസിബിൾ ആവും ഈ റിലേഷൻ. 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഈ ഒരു കാർഡ് 2 തവണ താഴേക്ക് വീണു, പക്ഷേ ഞാനത് എടുത്തിട്ടില്ലായിരുന്നു. വീണ്ടും അതുപോലെ തന്നെ 2 ഓഫ് വാൻഡ്സ്. എഗെയിൻ നമുക്ക് നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് 4 ഓഫ് കപ്സിൻ്റെ എനർജീസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു വ്യക്തിയുടെ കറണ്ട് എനർജീസ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഐ തിങ്ക് ഈ ഒരു ടൈമിൽ ഈ ടൈമിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പാർട്ടിസിപ്പേഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് റിലേഷന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ സെപ്പറേഷൻ ഫേസിലാണെങ്കിൽ ഈ ഒരു റിലേഷനിൽ എന്താ പറയുക, ഇത് ഒരു വൺ സൈഡ് എന്നുള്ളൊരു എനർജിയിൽ നിൽക്കുക, ഒരു വൺ സൈഡിൽ മാത്രം എഫോർട്ട് ഉള്ളെങ്കിൽ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയും കൂടി എഫോർട്ട് ഇടാനായിട്ട് ആഗ്രഹിക്കുകയാണ് റിലേഷന് വേണ്ടിയിട്ട്. ഓക്കെ, സർ എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ. നിങ്ങൾ ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി എഫോർട്ട് ഇടാൻ ആഗ്രഹിക്കുകയാണ്. ലൈക്ക് പക്ഷേ ഇത് പെൻറ്റക്കിൾസിൻ്റെ എനർജീസ് ആണ്. ബിക്കോസ് ഈ റിലേഷൻ ഈ ഒരു ടൈമിൽ ആൾക്ക് നോക്കുമ്പോൾ ഭയങ്കരമായിട്ടും സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യാണ് റിലേഷൻ. ടോട്ടലി സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു എനർജിയിലാണ് ഈ റിലേഷൻ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാനിങ് ചെയ്യാണ്. ലൈക്ക് എങ്ങനെ നിങ്ങളുമായിട്ട് റീകണക്റ്റ് ആവാം, എങ്ങനെ നിങ്ങളെ ഇവരുടെ ശരിക്കും ആ ഒരു സെയിം ട്രാക്കിലേക്ക് നിങ്ങളെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള രീതിക്ക് ഈ ഒരു വ്യക്തി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, ബിക്കോസ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ അടുത്തേക്ക് നൈസായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതിന് ശേഷം ഐ തിങ്ക് നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം ഡിവോഴ്സ് കേസുമായിട്ടൊക്കെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവാം. അതൊക്കെ കൗൺസിലിംഗ് സെക്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗമായിരിക്കും. വാട്ട് എവർ സിനാരിയോസ് എനിക്കതാണ് ഫീൽ ചെയ്യുന്നുള്ളത്. പക്ഷേ ഈ ഒരു വ്യക്തി ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ എൻ്റെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം നിങ്ങളെ മാരി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഡിവോഴ്സ് കേസുകൾ അതും ഇതൊക്കെ ആയപ്പോഴേക്കും കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി. സോ ആ ഒരു പ്രോബ്ലംസ് ഉണ്ടായതിന് ശേഷം എന്താണ് പിന്നെ സംഭവിച്ചത്, നെക്സ്റ്റ് ആ ഒരു പ്രോബ്ലം ഉണ്ടായതിന് ശേഷം നെക്സ്റ്റ് നിങ്ങൾ തമ്മിലൊരു നോ കോൺടാക്റ്റിലേക്ക് പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തു ലൈക്ക് ഈ ഒരു വ്യക്തി ഒരു ഹസ്ബൻഡിനെ അല്ല വൈഫിനെ ആയിരിക്കും ചൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഈ റിലേഷനിൽ അത് പേഴ്സണാണ് അല്ല അത് വുമണാണ്, അതുകൊണ്ട് തന്നെ ഈ റിലേഷനിൽ നിന്ന് ഞാൻ മാറിപ്പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഇനി ഇത് നിങ്ങൾ മാരിറ്റൽ റിലേഷൻ അല്ല സിംഗിൾസ് ആണെന്നുണ്ടെങ്കിലും ഐ തിങ്ക് ഇവിടെ സംതിങ് ഈസ് റിലേറ്റഡ് ടു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ അവരുടെ കരിയർ, അവർക്ക് ജോലി ഇല്ലായിരിക്കാൻ നല്ലൊരു, അല്ലെങ്കിൽ അവരുടെ ഫാമിലി സമ്മതിക്കുന്നുണ്ടാവില്ല നിങ്ങളുടെ മാരേജിന്. ബിക്കോസ് അവരുടെ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ട്രഡീഷണൽ ഫാമിലീസ് ക്രിസ്ത്യൻസ് ആയിരിക്കും അവർ. പക്ഷേ അപ്പോൾ അങ്ങനെയുള്ളൊരു എനർജീസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ട്രഡീഷൻസ് അങ്ങനെ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ റിലീജിയൻ വേറെ ആയിരിക്കാം, ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻസസ് ആയിരിക്കാം. അതുകൊണ്ട് ഈ ഒരു വ്യക്തി സമ്മതിക്കുന്നുണ്ടാവില്ല ഒരു മാരേജിന് വേണ്ടിയിട്ടും. ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി നിങ്ങളില്ലാത്തൊരു എന്താ പറയുക, ഒരു ഇൻകംപ്ലീറ്റ് എനർജീസിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുള്ളത്. ലൈക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുള്ളപ്പോഴാണ് ഒരു എന്താ പറയുക ഒരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടാകുന്നത് ഈ ഒരു വ്യക്തിക്ക്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ഈ ഒരു വ്യക്തി ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിലായിരിക്കുന്ന ടൈമിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഈ ഒരു ടൈം ഒരു ഹാർഡ് ടൈം മസ്റ്റായിട്ടും ഈ ഒരു റിലേഷന് അത് ലെഫ്റ്റ് ആകും. ഒരു ടൈം ഓഫ് ഹാപ്പിനെസ് വരും, ജോയ്ഫുൾനെസ് വരും, ഫുൾഫിൽമെൻറ്റ് വരും എന്നൊക്കെ ഈ ഒരു വ്യക്തി നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട്. സോ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എൻ്റെ ഈ ഒരു വ്യക്തിക്ക് എന്നോട് സ്നേഹമില്ല, ഇവരെന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ ഉള്ള ചിന്തയും കാര്യങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെയല്ല, ഇവർ നിങ്ങൾ ഒത്തിരിയധികം സ്നേഹിക്കുന്നുണ്ട്. ഇവരുടെ ഉള്ളിൽ നിങ്ങളുടെ ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. സോ ഞെട്ടിപ്പോയി പെട്ടെന്ന്. ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, പക്ഷെ നിങ്ങൾ തമ്മിലുള്ള ഡിഫറൻസസ് ആണ് ഇവിടെ മെയിൻ റീസൺ എന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. 3 of Swords,
ഡിവോഴ്സിൻ്റെ പേഴ്സൺ ഐ തിങ്ക് ഈ ഒരു വ്യക്തിയും വളരെയധികം ഹോട്ടായിട്ടുള്ള ഒരു എനർജീസിലാണ്. ലൈക്ക് നിങ്ങളാണെങ്കിലും ഭയങ്കരമായിട്ടും ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു എനർജീസാണ്. ലൈക്ക് ഞാൻ ഇനി അയാൾ മെസ്സേജ് അയച്ചിട്ടില്ല, അവർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഉറപ്പായിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്യത്തില്ല, കാരണം എന്നെ വളരെയധികം ഇൻസൾട്ട് ചെയ്തു, ഡിസ്റെസ്പെക്റ്റ് ചെയ്തു എന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ലൈക്ക് നിങ്ങളുടെ ഒരു എനർജീസ് മീൻസ് നിങ്ങളിനി വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ക്ലാരിറ്റി ആഗ്രഹിക്കണം. ലൈക്ക് എന്താ നിങ്ങളുടെ പ്ലാൻ, അല്ലെ നിൻ്റെ പ്ലാൻ എന്താണ്, ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണത്, ഞാനിതിന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യണോ, എനിക്കിതിൻ്റെ ഒരു ക്ലാരിറ്റി വേണം എന്ന് പറഞ്ഞ് ക്ലാരിറ്റി ചോദിക്കാനിരിക്കുന്ന ഒരു എനർജിയിലാവാം നിങ്ങളൊരു പക്ഷേ. കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് ഹേർട്ടാണ്, സെയിം എനർജീസാണ് ആ ഒരു വ്യക്തിയും ഭയങ്കരമായിട്ടും ഹേർട്ടായിട്ടിരിക്കുന്ന ഒരു എനർജീസാണ് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഐ തിങ്ക് ഈ ഒരു വ്യക്തി നിങ്ങളോട് പറഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തിക്ക് ഡിവോഴ്സ് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഡിവോഴ്സിന് ഇനി ലാഗിങ് ഉണ്ടാവും, വൈഫ് ഡിവോഴ്സ് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ പറ്റിച്ചു എന്നുള്ളൊരു എനർജി ആവാം, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ച് നിങ്ങളുടെ അടുത്ത് നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് പോകേണ്ട ഒരു അവസരം ഉണ്ടായിട്ടുണ്ടാവും, വൈഫ് ഇങ്ങനെ ക്യൂൻ ഓഫ് സോൾസ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട്. സോ ഒരു എനർജീസ് വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത് ഈ ഒരു വ്യക്തിയുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് നിങ്ങൾ. പക്ഷേ വൈഫ് അല്ലെങ്കിൽ ഇവരുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്താണ്, ആ ഒരു സിറ്റുവേഷൻസിൽ ഇവർ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഇവർ ചിന്തിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരാളെ ഞാൻ പറ്റിച്ചു, അല്ലെങ്കിൽ ഞാൻ ശരിക്കും അവർ പറ്റിച്ചിട്ടില്ല, അവരുടെ സിറ്റുവേഷൻസ് അതാണ്. പക്ഷേ ആ ഒരു എനർജിയിലാണ് ശരിക്കും ഞാൻ അവരെ പറ്റിച്ചതിന് തുല്യമായി എനിക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ട് വന്നു എന്നുള്ളൊരു റിഗ്രഷനും ഈ ഒരു വ്യക്തിക്ക് ഇവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവർ പോലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇത്രയും സ്ട്രോങ് ആവുന്നു, തേർഡ് പാർട്ടി ഇത്രയും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഇവർ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, ടെൻ ഓഫ് കപ്സിൻ്റെ എനർജീസ് പ്ലസ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതെല്ലാം ടെൻ ഓഫ് പെൻറ്റക്കിൾസ് ഒക്കെ എന്താണ്, ഫാമിലി കാർഡ്സ് ആണ്. സോ ഫാമിലി എനർജീസ് ആണ്. ഐ തിങ്ക് ഫാമിലിയാണ് മെയിൻ ഇഷ്യൂസ്. ഹസ്ബൻഡ് ലൈക്ക് ഡസൻ മാറ്റർ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഹസ്ബൻഡോ വൈഫോ ഒക്കെ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവാം. സർ എനർജീസും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സിംഗിൾ പേരൻ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട് ചിലർക്കൊക്കെ. അപ്പോൾ പിള്ളേരുടെ റെസ്പോൺസിബിലിറ്റീസ് കൊണ്ടും ആയിരിക്കാം ഈ റിലേഷൻ വേണ്ടാന്ന് ഈ ഒരു വ്യക്തി തീരുമാനിക്കുന്നുള്ളത്. ഓൾറെഡി ഈ ഒരു വ്യക്തി ഇവരുടെ ഇഷ്ടത്തിനായിരിക്കും മാരി ചെയ്തത് ഫസ്റ്റിൽ, പക്ഷേ ആ റിലേഷൻ സക്സസ്ഫുൾ ആയിട്ടില്ല. അതുകൊണ്ട് സെക്കൻഡ് ടൈം നിങ്ങളെ മാരി ചെയ്യണമെങ്കിൽ പോലും ഫാമിലി പറയുന്നത് നിൻ്റെ ഇഷ്ടം നോക്കി നീ ചൂസ് ചെയ്യേണ്ട, ഞങ്ങൾ പറഞ്ഞതിന് നീ ചെയ്താൽ മതി, കാരണം നിൻ്റെ ഇഷ്ടം നോക്കി നീ ചെയ്തിട്ട് ലൈഫ് ഫുള്ളും കൊളമായി. സോ ഇനിയിപ്പോൾ ഞങ്ങൾ പറഞ്ഞത് കേട്ടാൽ മതി. അതും ഒരു ഇഷ്യൂസ് ആവാനായിട്ടുള്ള ചാൻസസ് നമുക്കിവിടെ കാണുന്നുണ്ട്. ബിക്കോസ് കിങ് ഓഫ് പെൻറ്റക്കിൾ ഈസ് കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ആ ഒരു എനർജി എപ്പോഴും അത് തന്നെയാണ്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എനർജി ഷിഫ്റ്റ് വരുന്നൊരു എനർജിയല്ല. ഫാമിലി പേഴ്സൺ ആണ്, എപ്പോഴും ഫാമിലി പേഴ്സൺ ആയിട്ടിരിക്കും. എപ്പോഴും നിങ്ങളൊരു കിങ് ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക, കിങ് ഓഫ് പെൻറ്റക്കിൾസ് കിങ് ഓഫ് കപ്സ് ആണോ അതോ കിങ് ഓഫ് പെൻറ്റക്കിൾസ് തന്നെയാണോ എന്ന്. എപ്പോഴും കിങ് ഓഫ് കപ്സ് വൺസ് ആണെങ്കിലും പിന്നീട് അത് കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ഓൾവേസ് കിങ് ഓഫ് പെൻറ്റക്കിൾസ്. പറയുന്നതിൻ്റെ ഞാൻ എന്ത് പറഞ്ഞു വരുന്നു നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. മാരീഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ഫാമിലി പേഴ്സൺ തന്നെ ആയിരിക്കും. അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്നുണ്ടാവില്ല. സോ ഓവറോൾ എനർജീസ് ഈ ഒരു റീഡിങ്ങിൽ എനിക്ക് ഈ ഒരു കിങ് ഓഫ് പെൻറ്റക്കിൾസ് എപ്പോഴും കിങ് ഓഫ് പെൻറ്റക്കിൾസ് ഇല്ല. ഇറ്റ് ഡസൻറ്റ് മാറ്റർ സിംഗിൾസ് ആണെങ്കിൽ പോലും ഈ ഒരു വ്യക്തി ഒരു ഫാമിലി പേഴ്സൺ ആണ്, ഫാമിലി ഓറിയൻറ്റഡ് പേഴ്സൺ ആണ്. അതുകൊണ്ട് ഫാമിലി പറയുന്നതിനപ്പുറത്തേക്ക് പോവില്ല. നിങ്ങളോട് എത്രയൊക്കെ സ്നേഹവും വിഷ്വൽസും നിങ്ങളെന്തോ സോൾ കണക്ഷൻ ആണെന്നൊക്കെ ഡെസ്റ്റൈൻഡ് ആണെന്ന് എന്തൊക്കെ ഡയലോഗ്സ് അടിച്ചാലും ഈ ഒരു വ്യക്തി അതിലൊന്നും വീഴത്തില്ല. ആൻഡ് ഹിയർ ഈസ് പേജ് ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് നൈറ്റ് ഓഫ് സോഴ്സ്. ഈ ഒരു വ്യക്തി റിട്ടേൺ വരുമോ എന്നുള്ളൊരു ചോദ്യത്തിന് ആൻസർ യെസ് ആണ്. തിരിച്ചു വരുമ്പോഴേക്കും പഴയതുപോലൊക്കെ തന്നെ നിങ്ങളുടെ അടുത്ത് നിൽക്കും, പക്ഷേ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരത്തില്ല. കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവില്ല ഈ ഒരു വ്യക്തി. ബിക്കോസ് ഇവർ വന്നു കഴിഞ്ഞാൽ തന്നെ ജസ്റ്റ് ചിലപ്പോൾ ചിലർക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് ഈ ഒരു വ്യക്തിയുടെ കയ്യിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ല. ബിക്കോസ് ഈ ഒരു പേജ് ഓഫ് കപ്സിൻ്റെ എനർജീസ്, പേജ് ഓഫ് കപ്സ് എന്താണ് കൊടുക്കുന്നുള്ളത്, ജസ്റ്റ് ലോ ആയിട്ടുള്ള എന്തോ ഒരു ഓഫർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിലൊരു കമ്മിറ്റ്മെൻറ്റ് കിങ് ഓഫ് കപ്സിന് പേജ് ഓഫ് പെൻറ്റക്കിൾസിന് പേജ് ഓഫ് കപ്സിന് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ടില്ല. കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് ഈബിളല്ല ആൾ. സോ ഒരു എനർജീസ്. പിന്നെ അത് മാത്രമല്ല ഈ റിലേഷനെയും വരുമ്പോൾ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. നിങ്ങളുടെ ചില ചോദ്യങ്ങൾക്കൊന്നും ഒരു ക്ലാരിറ്റി തരാത്തൊരു എനർജീസ് ആയിരിക്കും. ഐ നോ ഞാൻ പറയുമ്പോൾ കുറച്ച് ഹാഷ് ആവുന്നുണ്ട്. നിങ്ങളെപ്പോഴും വാ തുറന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് മാത്രമേ പറയത്തുള്ളൂ എന്ന് മിക്കവരും കമൻറ്റ് ഇടാറുണ്ട്. സത്യം എന്താണോ അത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്കിപ്പോൾ അതിൻ്റെ ഒരു കർമ്മയും കൂടി ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. കാരണം ഞാനിപ്പോൾ ഒരു സ്പിരിച്വൽ ജേണിയിലാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ നെഗറ്റീവ് മാത്രമേ പറഞ്ഞു സ്കിപ്പ് ചെയ്യാം, അൺസബ്സ്ക്രൈബ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ കേട്ടോ. നോ പ്രോബ്ലംസ്. മറ്റുള്ള ചാനലിനെ വെച്ചിട്ട് എൻ്റെ ചാനലിനെ കമ്പയർ ചെയ്യേണ്ട. എല്ലാവരും റീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ അങ്ങനെ ഒരു ചാനൽസും കാണാറൊന്നുമില്ല, ഇൻട്രസ്റ്റഡും അല്ല. എല്ലാവരും ഷുഗർ കോട്ടായിരിക്കും പറയുന്നത്, പക്ഷെ നമ്മൾ ഷുഗർ കോട്ട് പറയത്തില്ല കേട്ടോ.
ചെയ്യുന്ന ജോലിയോട് നമ്മളെപ്പോഴും ആത്മാർത്ഥതയോട് കൂടി ഇരിക്കുന്നുണ്ടാവണം. അല്ലാതെ നമ്മൾ ചുമ്മാ ഷുഗർ കോട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? ഇത്ര ആളുകൾ കാണുന്ന അവരുടെ എല്ലാം കർമ്മങ്ങളും നമുക്ക് വരും. കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യം അത് വലിയ ചെറിയ കാര്യമല്ല. കിട്ടിക്കഴിഞ്ഞാൽ ഇരിപ്പതാണ്. പിന്നെ നമ്മൾ എത്ര ബർത്തെടുത്തതിനെ റിലീസ് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മുടെ എല്ലാ പാത്തിലും അത് വിഘ്നങ്ങളായിട്ട് വന്ന് നിൽക്കുന്നുണ്ടാവും. സോ നിങ്ങളും ശ്രദ്ധിക്കുക കർമാസ് ക്രിയേറ്റ് ആവാതെ. ഓക്കെ, ജസ്റ്റിസ്. നിങ്ങൾ എന്തെങ്കിലും കോർട്ട് കേസ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നടക്കുന്നുണ്ട്, എന്തെങ്കിലും കേസിൻ്റെ കാര്യമൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണ് നടക്കുന്നുണ്ടെങ്കിൽ, ലവ് ലൈഫിലോ വാട്ടെവർ, അപ്പോൾ നിങ്ങൾ ഡിവോഴ്സ് നോക്കുകയാണെങ്കിൽ ഡിവോഴ്സ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളിപ്പോൾ എല്ലാ കോർട്ട് കേസിൻ്റെ എന്തെങ്കിലും ഫേവറായിട്ട് നിങ്ങളുടെ ഫേവറിൽ വിധി വരുമോ എന്ന് ചോദിച്ചാൽ യെസ്, 90% എക്സ് ആണ് നിങ്ങളുടെ ഫേവറിലായിരിക്കും വിധി വരുന്നുണ്ടാവുക. ആൻഡ് ഐ തിങ്ക് ഈ ഒരു വ്യക്തി വളരെയധികം പ്രൊട്ടക്റ്റീവും ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു എനർജിയിലാണെന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി എപ്പോഴും ഈ ഒരു വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലേ, എന്താ പറയുക, ലൈക്ക് എന്താ പറയുക, വല്ലാണ്ടൊരു എന്താ പറയുക ഡിഫെൻസീവ് സിസ്റ്റത്തിലാണ് നിൽക്കുന്നുള്ളത്. ലൈക്ക് ഞാൻ ഹേർട്ടാകാൻ പാടില്ല, ഞാൻ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കണം, എനിക്ക് ഇഷ്യൂസ് ക്രിയേറ്റ് ആവാൻ പാടില്ല, ആരും എന്നെ കുറ്റപ്പെടുത്താൻ പാടില്ല, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തല്ല, അവളെ കുറ്റപ്പെടുത്തിയ കുഴപ്പമില്ല, എന്നെ കുറ്റപ്പെടുത്തരുത്, ഞാൻ എപ്പോഴും മാന്യനായിട്ട് സൊസൈറ്റിയുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടാവണം. ഒരു എനർജീസ് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജീസ് ആയിരിക്കും, അല്ല നിങ്ങളുടെ പേഴ്സണൽ എനർജീസ് ആയിരിക്കും, നിങ്ങളുടെ അക്കോർഡിങ് എടുത്തുള്ളൂ കേട്ടോ. ആൻഡ് please justice. Okay. See, നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുകയാണ് റിലേഷനിൽ റീബർത്ത് ഉണ്ടാവോ? യെസ്, ബിഗ് ഇസ് ആണ്. കാരണം ഇവിടെ പേഷ്യൻസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ഈ പേഷ്യൻസിൻ്റെ കാർഡ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റീഡിങ്ങിൽ ഇത്രയും കാർഡ്സ് സ്പ്രെഡ് ചെയ്തെങ്കിലും ഈ ഒരു കാർഡിന് മാത്രമാണ് ഒരു പ്രയോറിറ്റി ഇമ്പോർട്ടൻസ് ഉള്ളത് കേട്ടോ. ഈ ജസ്റ്റിസിൻ്റെ ഈ ഒറാക്കിൾസിന് മാത്രം റൈഡർ വൈറ്റിനെ കഴിഞ്ഞും കൂടുതൽ. കാരണം പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിങ്ങൾക്ക് റീയൂണിയൻ ഈ റിലേഷനിൽ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ എടുത്ത് ചാടിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യണം ലൈക്ക് എനിക്കിപ്പോൾ വേണം അതൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം അങ്ങനെ ഒരു എനർജിയിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു ക്ലാരിറ്റി പെട്ടെന്ന് കിട്ടത്തില്ല. നിങ്ങൾക്ക് ക്ഷമ വേണം. ക്ഷമയുണ്ടെങ്കിൽ മാത്രമായിരിക്കും റീകണക്റ്റ് ആവുന്ന നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട്. ഐ തിങ്ക് ചിലർക്കൊക്കെ ഈ റിലേഷനിൽ മാരേജ് പോസിബിൾ ആകാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ സിംഗിൾസ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാരേജ് പോസിബിൾ ആകുന്ന ഒരു വേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതൊരു മാരേജിലേക്ക് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾ ഈ റിലേഷനെ മെച്യൂരിറ്റിയോട് കൂടി കാണണം. എന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്നാൽ മാത്രമേ ഇവിടെ പുതിയതായിട്ടൊരു ഗ്രോത്ത് ഈ റിലേഷനിൽ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സക്സസ് കാണാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ക്ഷമ വേണം. ക്ഷമ മീൻസ് എന്താണ്? പേഷ്യൻസ്, ബാലൻസ് ഇൻ യാങ് ബാലൻസ്, ഇൻ മസ്കുലൻ എനർജി ബാലൻസ്. സോ ആ ഒരു ബാലൻസിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇവിടെ റിലേഷനിലും റീകോൺസിലേഷൻ പോസിബിൾ ആകുന്നുള്ളത്. യെസ്, let's check some messages. Literally I am tired. ഈ ഒരു വ്യക്തി തിരിച്ചു വരുവാണെങ്കിൽ നിങ്ങൾ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ക്ലിയർ ആയിട്ട് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻസ്. ഏരീസ്, ലിയോ, സജിറ്റേറിയസ്, ഫയർ സൈൻ എനർജീസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ദെൻ ഡിവൈൻ ഇൻ്റർവെൻഷൻ. നിങ്ങളുടെ റിലേഷനിൽ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ സഡൻലി വരുന്നുണ്ടാവും. കൊല്ലം ആരാണ് കൊല്ലംകാർ? കമോൺ ഹിയർ. ട്വിൻ ഫ്ലെയിംസ്. ആരോ ട്വിൻ ഫ്ലെയിം ആയിട്ടുള്ള ഒരു ഡെയിലി റീഡിങ് കാണുന്നുണ്ട്. ബി ലെറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഐ വോണ്ട് ടു മേക്ക് തിങ്സ് റൈറ്റ്. ഈ ഒരു വ്യക്തി എല്ലാ പ്രോബ്ലംസിനെയും ശരിയാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഓൾറെഡി നമുക്ക് റീഡിങ്ങിൽ കാണാൻ പറ്റിയിട്ടില്ല. മെസ്സേജാണ്. ഐ കാനോട്ട് ഗീവ് യു വാട്ട് യു നീഡ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഈ ഒരു വ്യക്തിക്ക് തരാൻ പറ്റത്തില്ല എന്നാണ് ഇയാൾ പറയുന്നുള്ളത്. ഐ ഡോണ്ട് നോ വൈ. ലെറ്റ്സ് ചെക്ക് വൈ. ഈ ഒരു വ്യക്തി റിലേഷൻ ഇതുവരെ മൂവ് ചെയ്തിട്ടില്ല.
ഈ ഒരു വ്യക്തിക്ക് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഫിയർ ഉണ്ടായിരിക്കും. ബിക്കോസ് ഇവിടെ ഫിയറിൻ്റെ എനർജീസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഫിയർ, ഈ ഒരു വ്യക്തി എന്താണോ അത് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുകയാണ്. ശരിക്കും ഇവരുടെ ഉള്ളിൽ ഇമോഷൻസ് ഉണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുടെ ഇമോഷൻസിനെ നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഐ തിങ്ക് നിങ്ങൾ ഈ ഒരു വ്യക്തി പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം. ആൻഡ് വി ബോത്ത് റിക്വയർ എ പീരീഡ് ഓഫ് ഹീലിംഗ് ഈ ഒരു ടൈമിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നുള്ളത്. സജിറ്റേറിയസ് എനർജീസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഏരീസ് വ്യൂ, നമ്മൾ മുമ്പ് ഏരീസിനെ കുറിച്ച് പറഞ്ഞില്ലേ. ആൻഡ് ഐ ബിലീവ് വി ആർ മെൻ ടു ബി ടുഗെദർ. നിങ്ങൾ ഒരുമിച്ച് ഡിസ്റ്റൈൻഡ് ആണെന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഡിസ്റ്റൈൻഡ് ആണ്. ഐ ലവ് യു സോ മച്ച്, ഐ ലവ് യു സോ മച്ച്. ഓക്കെ, വാണ്ട് ടു ബ്രേക്ക് യുവർ ഹോം. നിങ്ങളെ ലിറ്ററലി ഇൻറ്റൻഷനലി ഹേർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണെന്ന് ഈ ഒരു വ്യക്തി. ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അതുപോലത്തെ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഒരു വ്യക്തിക്ക് അത് ഹേർട്ട് ആയതുകൊണ്ട് നിങ്ങൾ ഹേർട്ട് ആവണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇറ്റ് വാസ് മൈ ഫോൾട്ട് ബട്ട് ഐ ബ്ലെയിംഡ് യു. നിങ്ങളെ കുറച്ച് പേരെ ഈ ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിലൊക്കെ പിടിച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോലും സംസാരിക്കാനുള്ള ഒരു അവസരം ഇല്ല. ലൈക്ക് ലിറ്ററലി നിങ്ങൾ ടയേർഡാണ് ഈ ഒരു ടൈമിൽ. ഐ വാസ് ബ്രേക്കിംഗ് മൈ ഹാർട്ട്. ഈ ഒരു വ്യക്തി കാണിക്കുന്നുള്ളത് ബിക്കോസ് എന്നെ ഇതൊന്നും പിടിച്ച് കുലുക്കുന്നില്ല, എന്നെ ഈ റിലേഷൻ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് കാണിക്കുമ്പോൾ പോലും ഈ ഒരു വ്യക്തി ശരിക്കും ലിറ്ററലി ഈ ഒരു വ്യക്തിനെ നല്ല രീതിക്ക് ഈ റിലേഷനും നിങ്ങളെന്നുള്ളൊരു വ്യക്തിയുടെ എനർജീസും ലൈക്ക് ഒരു മെമ്മറീസൊക്കെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഐ ക്യാനോട്ട് ഹാൻഡിൽ യുവർ വേർഡ്സ് റൈറ്റ് നൗ. ഇവർക്ക് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ആൻസർ ഇല്ല എന്നാണ് പറഞ്ഞത്. ദെൻ ഹിയർ ഈസ് സെപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. ഹിറ്റ് ബെൽ ഐക്കൺ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബൈ ഗൈസ്, സീ യു.